പബ്ലിസിറ്റി വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു പത്രത്തിനോട് പറഞ്ഞ് അറിയുന്നതും ഒരു വളരെ ഇപ്പോൾ കഴിഞ്ഞ ടെർബോൻ്റെ ഇറങ്ങിയ സമയത്ത് പോക്കറ്റ് റിവ്യൂ കണ്ടിട്ട് ഭയങ്കര വിഷയമൊക്കെ ആയിരുന്നു. അതുപോലെ നമ്മുടെ കമ്പനി കോപ്പറേറ്റ് കൊടുക്കുന്നു. അപ്പം അപ്പം എന്തായാലും അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഒരു റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക ഇത് നല്ലതാണ് മോശമാണ് അഭിനയം അങ്ങനെയാണ് ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സിനിമക്കാരുടെ കഷ്ടപ്പാടെന്നൊക്കെ അവർ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒരാൾ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പൊതുവായിട്ട് ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ടല്ലോ വിഷ്ണുവിനോട്. അത് ഞാനൊരു അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. പിന്നെ പേഴ്സണലി ആൾക്കാരെ കഴിയുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വിഷമവും. അത് പുള്ളിക്കും അറിയാമെന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഇതിനോട് ഫോണിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളി ജെനുവൻ, എനിക്ക് തോന്നിയുള്ള പുള്ളി ജെനുവൻ ഫിലിം ലവറാണ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു യൂട്യൂബ് നമ്മളെ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും അതിനൊരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമയെ ഉദ്ധരിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറേ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരെയും പിന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യും. ഇതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി എനിക്ക് എവിടേക്കും ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നു, ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ലോ. നന്നാണെന്ന് വെച്ചാൽ ജെനുവിൻ്റെ ആഗ്രഹിച്ച് സിനിമ ചെയ്യുമ്പോൾ പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് ഒരു പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഇത് ഞാൻ ഇന്റർവ്യൂവിൽ അശ്വന്തിനോട് തന്നെ കോപ്പിനോട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച വിഷയമാണ്. എന്നുവെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പോൾ ചില സമയത്ത് ആ ലൈൻ റീച്ച് ആയി കഴിയുമ്പോൾ അത് തന്നെ ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞ ഇതൊക്കെ സിനിമകൾ വന്നപ്പോൾ കോപ്പും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാകാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ലൈനാണല്ലോ. ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അത് റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് മാത്രം നടക്കുന്ന സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ ഭാവം. സാധാരണക്കാർക്ക് സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്. അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ നോക്കുന്നില്ല. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിൻ്റെ പുറത്തൊന്നുമില്ല നമ്മൾ സിനിമ കാണാൻ പറ്റുന്നത്. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്ന ഒരു സിനിമ വീണുവെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യവും പേടിക്കേണ്ട കാര്യവും പുള്ളി ആരും ശത്രുവൊന്നും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ വിളിച്ച് ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമാണ്.